നിത്യജീവൻ നീകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം. നിത്യജീവൻ നീകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം. മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. രക്ഷ നൽകും യേശുവേ ഹല്ലേലൂയ പാടാം. ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്താം. രക്ഷ നൽകും യേശുവേ ഹല്ലേലൂയ പാടാം. ജീവിക്കുന്ന ദൈവപുത്ര നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു, ഇന്നും എന്നും യേശു ജീവിക്കുന്നു. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു, ഇന്നും എന്നും യേശു ജീവിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു. ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നും ദൈവം ജീവിക്കുന്നു. രണ്ട് കരങ്ങളും യാചനാപുറം പിടിച്ച് ആരാധനയ്ക്ക് യോഗ്യനായവന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആദിയിൽ വചനമായി ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒപ്പമായി കടന്നു വന്ന ദൈവമേ, ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായ ഈ ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശമായവനെ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വഴിവിളക്കായ ദിവ്യകാരുണ്യ ഈശോയെ, വചനമായി ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നവനെ, വചനത്തിന്റെ ശക്തി നൽകുന്നവനെ, വചനത്തിലൂടെ സൗഖ്യം നൽകുന്നവനെ, വചനത്താൽ വിടുതൽ നൽകുന്ന ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ആദ്യ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ദൈവവചനമാകുന്ന തിരുവോസ്തിരൂപനായ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, അനേക രോഗികളെ സുഖപ്പെടുത്തുന്നവനെ, അനേകർക്ക് ജീവൻ നൽകുന്നവനെ, അനേകരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വചനമായി അവതരിച്ചവനെ, ദൈവവചനത്തിന്റെ ശക്തമായ അധികാരത്താൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ എളിമയോടെ ഞങ്ങൾ നിൽക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, എല്ലാവരും ചേർന്ന് പാടി ആരാധന ആരാധന യേശുവേ ആരാധന. സകല മാലാഖമാരോട് ചേർന്ന് ആരാധന ആരാധന യേശുവേ ആരാധന. വിശുദ്ധരെ വിശുദ്ധിയിൽ വളർത്തിയ ദൈവത്തെ ആരാധിച്ച് ആരാധന യേശുവേ ആരാധന. നമ്മുടെ ആകുലതകളെല്ലാം ദൈവത്തിന് കൊടുത്ത് ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യം മുതൽ ഇന്നുവരെ ആൽഫയും ഒമേഗയുമായി വചനമായി ജീവിച്ച പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുന്നവരെ നിത്യകാലം പരിപാലിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മജ്വാല എന്ന ഈ കൃപയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവും എന്ന ഈ ശുശ്രൂഷയുടെ ആപ്തവാക്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് ജ്വലിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാദങ്ങൾക്ക് വിളക്കായി തീരുന്നത് ആ വിളക്കിൻ്റെ ജ്വാലയാണ്. അങ്ങനെയെങ്കിൽ ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മെ നോക്കി പറയുന്നത്, നിന്റെ പാദങ്ങൾക്ക് വിളക്ക് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ നിയമവുമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കണമെങ്കിൽ നമുക്കാവശ്യം ദൈവവചനത്തെ അത് വെള്ളം ചേർക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ സഹനങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്നുള്ളതല്ല, സഹനങ്ങളെ അതിജീവിച്ച് ജീവിക്കാൻ ഒരു അതിജീവനത്തിൻ്റെ കൃപ ഈ കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തി ജീവിതത്തിൽ, ഒരു ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ദൈവം വെച്ചു തരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ദൈവവചനത്തിൻ്റെ ആഴങ്ങളുടെ അതിരറ്റ അനുഭവത്തിലേക്ക് നമുക്കെങ്ങനെ കടന്നു ചെല്ലാമെന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ജെറോമയ്ക്കും ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്ന വലിയ ചിന്തകനാണ്. അതേ ഇപ്രകാരമാണ് ദൈവവചനത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. വിശുദ്ധ ജെറോം പറയുകയാണ്, ഒരു വ്യക്തിക്ക് ദൈവവചനം അറിയുന്നില്ലെങ്കിൽ ആ വ്യക്തി യേശുവിനെ അറിഞ്ഞിട്ടില്ല, അവൻ യേശുവിനെക്കുറിച്ചൊരു അജ്ഞനാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം ക്രൈസ്തവരെന്ന നിലയ്ക്ക്, യേശു വിശ്വാസി എന്ന നിലയ്ക്ക് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും വചനം പറയുമ്പോൾ കേൾക്കുന്നവർ മാത്രമായി തീരുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഈ വചനത്തെ എത്രമാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തിട്ടുണ്ട്? അതുകൊണ്ടാണ് വിശുദ്ധനായ ജെറോം നമ്മളോട് പറയുന്നത്, ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവ് രഹസ്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു പണ്ഡിതനാണ് ദൈവവചനത്തെക്കുറിച്ച് ആഴത്തിൽ ഈ ലോകത്തെ പഠിപ്പിച്ച മറ്റൊരു ദൈവശാസ്ത്രജ്ഞനാണ് വിശുദ്ധനായ അഗസ്തീനോസ്. അഗസ്തീനോസ് പറയുന്ന ഇപ്രകാരമാണ്, ആന്തരികമായി ദൈവവചനം ശ്രവിക്കാതെ ബാഹ്യമായി അത് പ്രസംഗിക്കുക ഫലശൂന്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആന്തരികമായിട്ട് ദൈവവചനം മാറ്റം വരുത്തുന്നില്ലെങ്കിൽ അദ്ദേഹം എത്ര പ്രസംഗിച്ചാലും അത് ഫലശൂന്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരി വചനം എഴുതുകയും വചനം ഒത്തിരി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ചിന്തിക്കുക, അതെൻ്റെ ആന്തരികമായ ജീവിതത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഫലശൂന്യമാണ്. അതാണ് മറ്റൊരു പണ്ഡിതനായ, സഭയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ അഗസ്തീനോസിൻ്റെ വാക്കുകൾ. നമ്മുടെ ആന്തരിക ജീവിതത്തിന് മാറ്റം വരുത്തുമ്പോഴാണ് അതിൽ ഫലമുണ്ടാകുകയുള്ളൂ. നമുക്കറിയാം, ഒരു വിത്ത് അഴിഞ്ഞില്ലാതെ അതിൽ നിന്നൊരു ചെടിയോ ഒരു വൃക്ഷമോ ഉണ്ടാകുന്നില്ല. ഇതുപോലെ വചനം നമ്മുടെ ജീവിതത്തിൽ അഴിഞ്ഞാൽ മാത്രമാണ് അതിൽ നിന്ന് ഫലമുണ്ടാകുക. എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വചനത്തിൽ നിന്ന് ഫലമുണ്ടാക്കാമെന്ന് ചിന്തിക്കാം. ചില 6 ചിന്തകളാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. വചനം എങ്ങനെ കേൾക്കണം, വചനം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം നമുക്ക് കൃപ തരും. ഒന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ വചനം അനുതാപത്തോടെ നമ്മൾ കേൾക്കണം. വെറുതെ ഒരു നേരം പോക്കിന് വായിച്ചു കൂട്ടുന്നൊരു പുസ്തകത്തെ പോലെ ആരും കരുതരുത്. അനേകായിരങ്ങളെ മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് നയിച്ച ഒരു ദൈവഗ്രന്ഥത്തെ കയ്യിലെടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കുണ്ടാകേണ്ടത്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തവൻ്റെ ജീവിതം എഴുതി വെച്ച പുസ്തകം എൻ്റെ കയ്യിലെടുക്കുമ്പോൾ അതിനെനിക്ക് വേണ്ടത് അനുതാപത്തിൻ്റെ കണ്ണുനീരാണ്. അതുകൊണ്ട് വചനത്തെ സമീപിക്കുന്നൊരു വ്യക്തി, വചനമെടുത്ത് വായിക്കുന്നൊരു വ്യക്തി, വചന പാരായണം നടത്തുന്നൊരു വ്യക്തിക്ക് ആദ്യമുണ്ടാകേണ്ടത് അനുതാപത്തോടെ വചനത്തെ സമീപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് രൂപാന്തരീകരണത്തിന് കാര്യമായി തീരും. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 66-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവന് ഞാൻ കടാക്ഷിക്കും. 3 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ആത്മാവിൽ എളിമ വേണം. ദൈവവചനത്തെ സമീപിക്കുമ്പോൾ അഹങ്കാരത്തോടെ കടന്നു ചെല്ലരുത്, എളിമയോടെ വായിക്കണം. 2-ാമത്തത്, അനുതാപം ഉണ്ടായിരിക്കണം. 3-ാമത്തത്, എൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിറകൊള്ളണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജെറമിയായും പ്രവാചകന്മാരും ചില വചനങ്ങൾ നമ്മുടെ മുന്നിൽ പങ്കുവെച്ച് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കുന്നത് പോലെ മാറുന്നത് അതാണ് കാരണം. അതുകൊണ്ട് ഒന്നാമത്തതായിട്ട് അനുതാപത്തോടെ ആയിരിക്കണം ദൈവവചനത്തെ നമ്മൾ സമീപിക്കേണ്ടത്.
ദിവ്യകാരുണ്യത്തെ എപ്രകാരം ഒരു ജീവിതം സമീപിക്കുന്നു അതുപോലെ ദൈവവചനത്തെ സമീപിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദിവ്യകാരുണ്യത്തെ ബലിവേദിയിൽ ഒരു വ്യക്തി സമീപിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലിരിക്കുന്ന ഈ ദൈവവചനത്തിന് ഒരു വിശുദ്ധിയുടെ ഒരു കൃപയുണ്ടാകണം. അത് കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ആത്മീയ വിശുദ്ധി ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതും അതൊരു ശക്തമായ കൃപയായിട്ടും മാറുന്നത്. രണ്ടാമത്തത്, വചനം അനുവർത്തിക്കണം. വെറുതെ വായിച്ചു കടന്നു പോകുന്നവരാകരുത്. അനുവർത്തനം ഉണ്ടാകുമ്പോൾ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് കൃപയോ. പരിശുദ്ധ അമ്മ വചനത്തെ കേൾക്കുക മാത്രമല്ല ചെയ്തേ, അത് അനുവർത്തിച്ചു. അതിൻ്റെ 100% ജീവിത അന്ത്യം വരെ ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിക്കാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായിരിക്കണം. വചനം കേൾക്കുന്നവർ ഒത്തിരി പേരുണ്ട്, വചന ശുശ്രൂഷ കേൾക്കുന്നവരുണ്ട്, ഒത്തിരി വചനം വായിക്കുന്നു. എന്നാൽ അത് വായിക്കുകയും കേൾക്കുകയും മാത്രമാണോ? അനുവർത്തിക്കുന്നവരാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്തു നിന്നിൽ ജീവിക്കാത്തത്? അതാണ് നമുക്ക് വേണ്ടത്. തുടർന്ന് വചനം പറയാണ്, വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശമാണ്. ഒരു മനുഷ്യൻ പെട്ടെന്ന് പോയി കണ്ണാടി നോക്കും. എന്തിനു വേണ്ടിയിട്ടാ? അവൻ്റെ മുഖ സൗന്ദര്യം നോക്കാനാ. എന്നാൽ അവനറിയാം, അവൻ തേച്ചുകൂട്ടിയ വസ്തുക്കൾ അതാണ് അവന് മനോഹാരിത നൽകണേ. അവൻ്റെ ഉള്ളിൽ ആ ഭംഗിയില്ല. കണ്ണാടിയിൽ കാണുന്ന പുറമൂടിയാ, അകമൂടിയല്ല. അതവന് കൃത്യമായിട്ട് അറിയാം. മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് മാത്രമാണ് കണ്ണാടിയിൽ. അതുകൊണ്ടാണ് യാക്കോബ് ഇങ്ങനെ പറഞ്ഞത്, വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെയായിരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായി നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അത് ഉറപ്പോടെ നിലനിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികൾ അവന് അനുഗ്രഹീതമാകും. അപ്പോൾ വചനം നമ്മൾ ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ ആവശ്യത്തിന് വായിക്കുക, ഒരു കാര്യം നടക്കാൻ വായിക്കുന്നതല്ല. മറിച്ച് എൻ്റെ ആന്തരികമായ ജീവിതത്തിന് മാറ്റം സംഭവിക്കാൻ ദൈവം എനിക്ക് തന്ന ഒരു വലിയ കൃപയുടെ അഭിഷേകമാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കൃപയായിട്ട് മാറും. മൂന്നാമത്തത്, വചനം നമ്മൾ വിശ്വസിക്കണം. ദൈവവചനം വിശ്വസിക്കണം. പലരുടെയും ജീവിതത്തിൽ വചനം വിശ്വസിക്കില്ല. ഈ കാലഘട്ടങ്ങളിൽ ജനത്തോട് വചനത്തിലൂടെ പങ്കുവെച്ചു കൊടുക്കുമ്പോൾ അത് എന്നോടല്ല പറയുന്നെന്നൊരു ചിന്ത. ചിലപ്പോൾ എൻ്റെ പാപത്തെക്കുറിച്ച് ഒരു വചനം വ്യാഖ്യാനിച്ചു തരുമ്പോൾ ഞാൻ അറിയണം, അത് എൻ്റെ ജീവിതത്തിൽ ഈ ദൈവവചനം സംഭവിക്കണം. അതുകൊണ്ട് എനിക്കൊരു മാനസാന്തരം വേണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വചനത്തെ 100% വിശ്വസിക്കാം. ഈ ലോകത്തുള്ള പലതിനെയും വിശ്വസിക്കാൻ പറ്റില്ല, എന്നാൽ ദൈവവചനത്തെ വിശ്വസിക്കാം. നമുക്കറിയാം, ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ഒരു കോടതി മുറിയിൽ ഞാനും നിങ്ങളും പോയി നിൽക്കേണ്ടി വന്നാൽ അവിടെ നമുക്ക് ജഡ്ജി കൊണ്ടുവയ്ക്കുന്നത് ദൈവവചനമാണ്. ഈ വചനത്തിൻ്റെ മുകളിൽ കൈവച്ച് നമ്മൾ സത്യം ചെയ്യണം, ഞാൻ ഈ നിയമത്തിന് എതിരെ തെറ്റായതൊന്നും പറയില്ലെന്ന്. കാരണം എന്താ? ഈ വചനത്തിൽ വിശ്വസിക്കാം, ഇത് സത്യമാണെന്ന് നിയമം പോലും നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ ലോകത്ത് പലതും വായിക്കുന്ന നമ്മൾ ജീവിതത്തിൻ്റെ മരണക്കിടക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ ദൈവവചനത്തെ പരിപൂർണമായി വിശ്വസിച്ച് വായിച്ച് ജീവിക്കണം. അതാണ് നമ്മുടെ കൃപ. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരത് വിശ്വസിച്ചില്ല. കണ്ടോ, അവർക്കെന്ന പോലെ പ്രവാചകന്മാർക്ക് കൊടുത്തതെന്നതുപോലെ, സ്ലീഹന്മാരെ ദൈവം പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതുപോലെ നമുക്കും അതേ വചനം തന്നിട്ടും നമ്മളത് കേട്ടില്ല, നമ്മളത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. അവരത് വിശ്വസിച്ചു, അവരത് അനുവർത്തിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വിശുദ്ധി എന്ന പുണ്യം ഉണ്ടായി. വിശുദ്ധർക്ക് കേട്ട അതേ വചനം നമുക്ക് തന്നു. മദർ തെരേസയെ മാനസാന്തരപ്പെടുത്തിയ വചനം ഇന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലുണ്ട്. അഗസ്തീനോസിനെ മാറ്റം വരുത്തിയ വചനം,
അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അവരെ വചനം മാറ്റം വരുത്തി. നമ്മെ വചനം മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നമ്മൾ വായിച്ചു കൂട്ടിയതും എഴുതി കൂട്ടിയതും ഈ ലോകത്ത് കുന്നുകൂടുന്നൊരു കാര്യമായി മാത്രം മാറിപ്പോകരുത്. സ്നേഹമുള്ളവരെ, അഞ്ചാമതായിട്ട് വചനത്തോട് സഹകരിക്കണം. ഒരു വ്യക്തി വചനത്തോട് സഹകരിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരും. ലൂക്കായുടെ സുവിശേഷം 8:15 നല്ല നിലത്ത് വീണത് വിത്ത് വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവും ഹൃദയത്തിന് സ്വീകാര്യമായ ഫലം പുറപ്പെടുവിച്ചു. അതാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലൂക്കായുടെ സുവിശേഷം പറയുന്ന പോലെ വചനത്തോട് സഹകരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫലം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് സഹകരിക്കാത്തൊരുവനും കൃപ ലഭിക്കില്ല. അവസാനമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: വചനം ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വചനത്തിൻ്റെ അകക്കാമ്പ്, ഈ വചനത്തിൻ്റെ ആഴമേറിയ ബോധ്യം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കാനുള്ളൊരു കൃപ എനിക്ക് വേണം. യോഹന്നാന്റെ സുവിശേഷം 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഈ ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പ്രവചനങ്ങളെയും എല്ലാ സംഭവങ്ങളെയും പഠിപ്പിക്കാൻ നമുക്കൊരു സഹായകനുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കാഴമേറിയ ദൈവവചനത്തിൻ്റെ ശക്തി, ദൈവം തന്നെയായ വചനത്തെ, എൻ്റെ കുടുംബത്തിലുള്ള ദൈവവചനത്തെ എനിക്ക് ആശ്ലേഷിക്കാൻ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നല്ല വിത്ത് വിതയ്ക്കാൻ ദൈവം തന്ന ആഴമേറിയ ബോധ്യത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഇന്നുവരെ ഞാൻ വായിച്ച വചനങ്ങൾ, ഇന്നുവരെ ഞാൻ ധ്യാനിച്ച വചനങ്ങൾ, ഇന്നുവരെ ഞാൻ എഴുതിക്കൂട്ടിയ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാംസമായിട്ടില്ലെങ്കിൽ, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ, കർത്താവേ, ഈ സമയം എൻ്റെ ഹൃദയത്തിലേക്ക് ഈ വചനങ്ങളെ ചേർത്ത് വയ്ക്കണമേ. ഇനി ഞാൻ വായിക്കുന്ന, എൻ്റെ അന്ത്യകാലം വരെ ഞാൻ വായിക്കാൻ പോകുന്ന ദൈവവചനങ്ങളെ ഗ്രഹിക്കുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ ജീവിതം കൊണ്ട് പങ്കുവയ്ക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന ആഗ്രഹത്തോടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കർത്താവേ, വചനം, തിരുവചനം നമ്മിൽ ഈ സമയം കൃപയായിട്ട് പെയ്തിറങ്ങാൻ ഒന്ന് ആഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. വചനം, തിരുവചനം നമ്മിൽ വളരട്ടെ. കൃപകൾ, തിരുകൃപകൾ നമ്മിൽ ഒഴുകട്ടെ. എല്ലാവർക്കും ഒന്ന് ചേർന്ന് പാടാം. വചനം, തിരുവചനം നമ്മിൽ വളരട്ടെ. കൃപകൾ, തിരുകൃപകൾ നമ്മിൽ ഒഴുകട്ടെ. ഓ ദൈവമായ കർത്താവേ, ഈ തിരുവചനത്തിൽ എഴുതപ്പെട്ട എല്ലാ വാഗ്ദാനങ്ങളും ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല മക്കൾക്കും ഈ സമയം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ നൽകണമേ. കർത്താവേ, അങ്ങ് വാഗ്ദാനങ്ങളുടെ കൂടാരമാണ്. ഞങ്ങൾക്കറിയാം, പാതയിൽ വിളക്കും പാതയിൽ പ്രകാശവുമാകുവാൻ അങ്ങ് നൽകിയ ദൈവവാഗ്ദാനങ്ങൾ, സ്വർഗതുല്യം സ്വർഗത്തോളം എത്താൻ അങ്ങ് നൽകിയ ആ വാഗ്ദാനങ്ങൾ കൃപയായി ഈ സമയം സകല ജീവിതങ്ങളിലേക്കും മഴ പോലെ അങ്ങ് പെയ്തിറക്കി അഭിഷേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന ആഗ്രഹത്തോടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ സമയം അങ്ങ് പെയ്തിറങ്ങണമേ. വചനം, തിരുവചനം നമ്മിൽ വളരട്ടെ. കൃപകൾ, തിരുകൃപകൾ നമ്മിൽ ഒഴുകട്ടെ. ചേർന്ന് പാടാം. വചനം, തിരുവചനം നമ്മിൽ വളരട്ടെ. അനുതാപത്തോടെ കേൾക്കാം. കൃപകൾ, അനുവർത്തിക്കുന്നവരാകാം, വിശ്വസിക്കുന്നവരാകാം, സഹകരിക്കുന്നവരാകാം. കൃപ തരണമേ. 2 കരങ്ങൾ യാചനാപുറം പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഇതാ വചനത്തിൻ്റെ മഴ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരാൻ ശക്തമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 11:21 ശക്തനായുധധാരിയായി തൻ്റെ കൊട്ടാരത്തിൽ കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. കർത്താവേ, ഈ വചനം കൊണ്ട് സുരക്ഷിതത്തിൻ്റെ കോട്ട കെട്ടി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 34:7 കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കും.
ഈ വചനത്തിന്റെ വാഗ്ദാനം ഞങ്ങൾ നിറവേറട്ടെ. സക്രിയ 9:8 ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും ദൈവവചനം കൊണ്ട് പാളയമടിച്ചു നിൽക്കുന്ന വിശുദ്ധരെയും മാലാഖമാരെയും നിർത്തണമേ. ഒരു മർദ്ദകനും ഇനി ഞങ്ങളെ കീഴടക്കിയില്ല. ദൈവത്തിന്റെ കണ്ണ് ഞങ്ങളുടെ മേലുണ്ട്. കർത്താവേ, ഈ വചനങ്ങളുടെ അഭിഷേകം കർത്താവേ, ആകാശം മാറും. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ആകാശവും ഭൂമിയും മാറിയാലും പ്രകൃതി ദുരന്തങ്ങളും മാറാ രോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും വചനത്തിന് മാറ്റം സംഭവിക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ ജീവിക്കാൻ, ഈ വചനം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ, വചനമായി തീരാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈശോയെ. അവിടുത്തെ വചനത്തിന്റെ വലിയ വിടുതലുകള്, വചനം കൊണ്ട് ജീവിക്കാൻ, സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾക്കുള്ള കോവണിയാണ് ദൈവവചനം. ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ, വചനത്തിലൂടെ ജീവിക്കാൻ, വചനമായി മാറാൻ സകല ദൈവജനത്തെയും ഈ സമയം അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് നിൻ വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആമോസ് പ്രവാചകനിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇനി ലോകത്തൊരു ക്ഷാമമുള്ളൂ. ദൈവവചനം കിട്ടാത്തതിന്റെ ക്ഷാമം, ദൈവവചനം അനുവർത്തിക്കാത്തതിന്റെ ക്ഷാമം, ദൈവവചനത്തിൽ വിശ്വസിക്കാത്തതിന്റെ ക്ഷാമം. കർത്താവേ, അത് മാറ്റാൻ അങ്ങയുടെ കരം നീട്ടണമേ. ഇസ്രായേലേ, നീ ഉണരുക, നിന്റെ കുടുംബത്തിലിരുന്ന് ഉണരുക, വചനം കേൾക്കാൻ നിന്റെ ഹൃദയം തുറക്കുക. വയലേലകളിൽ വിതയ്ക്കുന്ന ദൈവവചനത്തിന്റെ ഫലം കൊയ്യാൻ നീ നിന്റെ ജീവിതത്തെ ഒരുക്കുക. വഴിയോരങ്ങളിലല്ല നീ വചനം വിതയ്ക്കേണ്ടത്, നിന്റെ ഹൃദയത്തിന്റെ നന്മകളിൽ, നിന്റെ ഹൃദയത്തിന്റെ വയലേലകളിൽ ഇതാ ദൈവവചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. സങ്കീർത്തനം 91, 11, 12 വചനങ്ങൾ. നിന്റെ വഴികളിൽ നിന്റെ കാത്തുപരിപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. സങ്കീർത്തനം 34:7 കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ കാവൽ ഏർപ്പെടുത്തും. കർത്താവേ, ഈ വാഗ്ദാനങ്ങൾ കൊണ്ട് ഈ ലോകം മുഴുവൻ സകല ദൈവജനത്തെയും ഈ സമയം അനുഗ്രഹിക്കണമേ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, കരങ്ങളടിച്ച് വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. രണ്ട് കരങ്ങളെടുത്ത് സ്തുതിച്ച് ഇതാ വചനമാകാൻ ദിവ്യകാരുണ്യ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കൃപയൊഴുക്കാൻ സമയോ. 2 മക്കാരുടെ പുസ്തകം 8:18 അവൻ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിച്ചു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ ലോകം മുഴുവനെ അങ്കിലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം, അവനിലാണ് നമ്മുടെ പ്രത്യാശ. 2 കരങ്ങളെടുത്ത് ഈശോയെ എന്ന് വിളിച്ച് ഇതാ വചനത്തിന്റെ ശക്തി നമ്മൾ നിറയാൻ വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ച് വലിയ അഭിഷേകം നിമിഷങ്ങൾക്ക് നൽകണമേ. വചനം പഠിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. വചനം ജീവിക്കാനുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഈ ആരാധന നിമിഷത്തിൽ കർത്താവേ വചനത്തെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ വചനം ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പഠിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു അഭിഷേകം ഈ നിമിഷം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഒഴുകണം. യേശുവേ, ആരാധന, 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 ആരാധന.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.